ഹായ്, ശരത്താണ്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് റീറ്റെയിൽ ഫുട്വെയർ സെക്ടറിനെ പറ്റിയിട്ടാണ്. ഇതിപ്പോൾ സംസാരിക്കാനുള്ള റീസൺ എന്താണെന്ന് നോക്കിയാൽ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് വളരെ മോശമായിട്ട് കിടന്ന ഒരു സെക്ടറായിരുന്നു ഇവിടുത്തെ മെയിൻ പ്ലേയേഴ്സ് എല്ലാം. സോ അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ ചെറിയ രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനകത്ത് ഒരു സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയറിലേക്ക് നല്ല ഗൈഡൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി. കാരണം നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ, ഒരു സ്റ്റോക്കിന്റെ പെർഫോമൻസ് മാറുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ ഫിഗേഴ്സ് ഒക്കെ ഇമ്പ്രൂവ് ആവുന്ന സമയത്ത് അത് ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് തരാനുള്ള സാധ്യത കൂടുതലാന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ അത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ടറായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സെക്ടർ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്ക് ഞാൻ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് അല്ല. കഴിഞ്ഞ ആഴ്ചയായിരുന്നു മാനേജ്മെന്റ് കമന്റിലേക്ക് വന്നിരുന്നത്. ആ ഒരു സമയത്താണ് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടിയത് അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയറിലേക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ടറിനെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് കുറച്ച് മോശമായിട്ട് പെർഫോം ചെയ്ത ഒരു സെക്ടറാണ്. മൊത്തത്തിൽ ഇന്ത്യയിലെ റീറ്റെയിൽ ഫുഡ്വെയർ ഇൻഡസ്ട്രി നോക്കിയാൽ ഏകദേശം 8-10% ഗ്രോത്ത് വന്നിട്ടുണ്ട്. പക്ഷേ സെയിം ടൈമിൽ ഈ ഒരു സെക്ടറിലെ മേജർ പ്ലേയേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ നോക്കിയാൽ അവർക്ക് ആ ഒരു ഗ്രോത്ത് അവർക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ ഓർഗനൈസ്ഡ് പ്ലേയേഴ്സിന് ആ നല്ല രീതിയിൽ ആ ഒരു ഗ്രോത്തിനെ അവർക്ക് അവരുടെ ബിസിനസ് ആക്കി മാറ്റാനായിട്ട് പറ്റിയിരുന്നില്ല. ഇത് ഞാൻ നേരത്തെ പറയുന്ന ഒരു കാര്യമാണ്. ഒരു സെക്ടറിൽ ഗ്രോത്ത് ഉണ്ടായ പോരാ, ആ സെക്ടറിലെ കമ്പനികൾ അല്ലെ ബിസിനസ്സുകൾ ആ ഒരു ഗ്രോത്തിനെ അവർക്ക് മാക്സിമം ആയിട്ട് അവരുടെ ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റണം. അതല്ലാതെ അവിടെ സെക്ടറിൽ ഗ്രോത്ത് വന്നുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കിന് പ്രത്യേകിച്ച് ബെനിഫിറ്റ് കാര്യങ്ങളൊന്നും കിട്ടില്ല. അതിന്റെ കൃത്യമായിട്ടുള്ള എക്സാമ്പിൾ ആണ് ഈ ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ. കാരണം 8-10% ഒരു ഇൻഡസ്ട്രിയിൽ ഗ്രോത്ത് വരിക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ഗ്രോത്ത് ആണ്. അപ്പോൾ അവിടെ ഒരു കമ്പനികൾക്കൊക്കെ 15-20% സുഖമായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. പക്ഷെ ആ ഒരു സമയത്ത് ഇവിടുത്തെ മേജർ ആയിട്ടുള്ള പ്ലേയേഴ്സ് ഒക്കെ നോക്കും. നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്ന സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ബാറ്റ ഉണ്ട്, അല്ലെ മെട്രോ ബ്രാൻഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ റിലാക്സോ ഉണ്ട്, ക്യാമ്പസ് ഉണ്ട്, റെഡ് ടേപ്പ് ഉണ്ട്. ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ എല്ലാ കമ്പനികളെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. ഇതിനകത്ത് ആരാണ് ഇപ്പം നല്ല രീതിയിൽ പെർഫോം ചെയ്ത് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്തായിരുന്നു നോക്കി കഴിഞ്ഞാൽ, കോവിഡിന്റെ സമയത്ത് എന്തായാലും ഈ ഒരു സെക്ടറിനെ നല്ല രീതിയിൽ അഫക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആൾക്കാർക്ക് പുറത്തു പോകാനും പർച്ചേസ് ചെയ്യാനൊന്നും പറ്റാത്തൊരവസ്ഥയായി. പിന്നീട് ആൾക്കാർ ഈ കൊമേഴ്സ് ത്രൂ ആയിട്ട് പർച്ചേസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയും അതിനുശേഷമുള്ള 1-2 വർഷം നോക്കിയാൽ അത്യാവശ്യം നല്ല ഗ്രോത്ത് ഈ സെക്ടറിലെ സ്റ്റോക്കുകളിലൊക്കെ കാണാൻ പറ്റും. കാരണം ഓൾറെഡി അവരുടെ ബേസ് കാര്യങ്ങളൊക്കെ താഴേക്ക് പോയിരുന്നു. അതിനുശേഷം നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സെക്ടറിൽ മൊത്തത്തിൽ ഇവർക്ക് ഒരു ഉദ്ദേശിച്ച രീതിയിൽ ഇവർക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല, മേജർ ആയിട്ടുള്ള കമ്പനികൾക്കല്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ സെയിൽസിൽ ഗ്രോത്ത് വരാതിരുന്നതുകൊണ്ട് തന്നെ ഈ കമ്പനികളുടെ എല്ലാ ഇൻവെന്ററി കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവർ റീറ്റെയിലിൽ നിൽക്കുന്ന കമ്പനികളായതുകൊണ്ട് തന്നെ ഇവരുടെ സ്റ്റോക്ക് ഇവർക്ക് എന്തായാലും ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവരുടെ ഫാഷൻസും അല്ല ട്രെൻഡ് കാര്യങ്ങളൊക്കെ ഔട്ട് ആവും അവർ എത്രയും പെട്ടെന്ന് സെല് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഇൻവെന്ററി കൂടുന്ന സമയത്ത് ഡിസ്കൗണ്ടിൽ ഇത് സെല് ചെയ്യേണ്ടതായിട്ട് വരും. ആ രീതിയിൽ നോക്കുമ്പോൾ ഇവർക്ക് ഒരു വർഷത്തിൽ ഇവരുടെ സെയിൽസ് ഗ്രോത്ത് കാര്യങ്ങളൊക്കെ കുറയും. അടുത്ത വർഷങ്ങളാകുമ്പോൾ ഇവർക്ക് സെയിൽസ് ഗ്രോത്ത് കാര്യങ്ങൾ വരുത്താനായിട്ട് പറ്റുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഡിസ്കൗണ്ട് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് കൂടുതലായിട്ട് ഇവർക്ക് സെല് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇവരുടെ മാർജിൻ കാര്യങ്ങളെല്ലാം ഈ മേജർ ആയിട്ടുള്ള കമ്പനികളെല്ലാം അഫക്ട് ചെയ്യും. ഇവരുടെ പ്രോഫിറ്റിലൊക്കെ ഡീ ഗ്രോത്തും അല്ലെങ്കിൽ നെഗറ്റീവ് ഗ്രോത്തും അങ്ങനത്തെ ആ ഒരു രീതിയിലേക്ക് ഇവരുടെ പ്രോഫിറ്റും അല്ലെങ്കിൽ ഇവരുടെ പെർഫോമൻസ് എല്ലാം മാറിപ്പോയിരുന്നു മേജർ ആയിട്ടുള്ള പ്ലേയേഴ്സിന്റെ എല്ലാം. അതിനുശേഷം നമ്മളിപ്പോൾ ഒരു കഴിഞ്ഞ ഒരു 1-2 ക്വാർട്ടർ നോക്കി കഴിഞ്ഞാൽ, 1-2 ഒരു 3 ക്വാർട്ടറായിട്ട് നോക്കി കഴിഞ്ഞാൽ ഒരുമാതിരി കമ്പനികളിലൊക്കെ ചെറിയ രീതിയിൽ റിക്കവറി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ബാറ്റയുടെ കാര്യം എടുത്താൽ ബാറ്റയിൽ സെയിൽസ് ഗ്രോത്ത് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വളരെ ചെറിയ 1% താഴെ പറ്റുള്ളൂ. ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ ഫുൾ ഫൈനാൻഷ്യൽ ഇയറിലെ കാര്യമാണ് പറയുന്നത്. 1% താഴെയുള്ള അവരുടെ സെയിൽസ് ഗ്രോത്ത്. അതുപോലെ പ്രോഫിറ്റിൽ നോക്കി കഴിഞ്ഞാൽ പ്രോഫിറ്റിൽ ഡീ ഗ്രോത്ത് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്റ നമ്മൾ ഒഴിവാക്കുകയാണ്. പിന്നീട് രണ്ടാമത് നമ്മൾക്ക് നോക്കിയാൽ ക്യാമ്പസ് നോക്കിയാൽ ക്യാമ്പസിൽ ഏകദേശം 11% അവർക്ക് റവന്യൂ ഗ്രോത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ നിന്ന് ഇവർക്ക് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിലേക്ക് വരുമ്പോൾ ഇവരുടെ റവന്യൂവിൽ നല്ലൊരു ഗ്രോത്ത് വന്നിട്ടുണ്ട്, 11% ഗ്രോത്തും. അതുപോലെ തന്നെ പ്രോഫിറ്റിൽ നോക്കിയാൽ അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 26% അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് വന്നിട്ടുണ്ട്. 11% റവന്യൂ ഗ്രോത്ത്, 26% പ്രോഫിറ്റ് ഗ്രോത്ത്. പിന്നീട് നമ്മൾ അടുത്ത് നോക്കിയാൽ ഇപ്പം റിലാക്സോ നോക്കി കഴിഞ്ഞാൽ റിലാക്സോയിൽ ഈ പറഞ്ഞാൽ റവന്യൂലാണെങ്കിലും പ്രോഫിറ്റിലാണെങ്കിലും വലിയ ഗ്രോത്ത് കാര്യങ്ങളൊന്നുമില്ല. അവർ ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഒരു ചെറിയ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമാണുള്ളത് റവന്യൂലും അതേപോലെ തന്നെ പ്രോഫിറ്റിലും. അതുകൊണ്ട് തന്നെ റിലാക്സോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ മെട്രോ ബ്രാൻഡ് എടുത്ത് നോക്കിയാൽ മെട്രോയിൽ ഏകദേശം 14% റവന്യൂ ഗ്രോത്തും അവർക്ക് പ്രോഫിറ്റ് ഗ്രോത്ത് ഏകദേശം 21% പ്രോഫിറ്റ് ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ ക്യാമ്പസിൽ 11% റവന്യൂ ഗ്രോത്ത്, മെട്രോയിൽ 14% റവന്യൂ ഗ്രോത്ത്. ഇതാണ് ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത് റെഡ് ടേപ്പിൽ എന്ത് സംഭവിച്ചെന്നുള്ള. റെഡ് ടേപ്പിൽ നോക്കി കഴിഞ്ഞാൽ 20% റവന്യൂ ഗ്രോത്ത് അവർക്ക് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കിയാൽ ഏകദേശം 42% ഗ്രോത്ത് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ 3 പ്ലേയേഴ്സ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ പെർഫോം ചെയ്തേക്കുന്നത്. അവിടെ നോക്കുമ്പോൾ ക്യാമ്പസ് 11%, മെട്രോ 14%, റെഡ് ടേപ്പ് നോക്കിയാൽ 20%-ഓളം ഗ്രോ ചെയ്തിട്ടുണ്ട്. 19.5 ആണ് കൃത്യമായിട്ട് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഈ 3 പ്ലേയേഴ്സിന് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇവരുടെയൊക്കെ മാർജിൻസിനെ നല്ല രീതിയിൽ അഫക്ട് ചെയ്ത കമ്പനികൾക്കൊക്കെ ഇവരുടെ മാർജിൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന സ്റ്റോക്കായി നോക്കി കഴിഞ്ഞാൽ റെഡ് ടേപ്പ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റും. റെഡ് ടേപ്പിന്റെ ഗ്രോത്ത് 20% റവന്യൂ, 42% പ്രോഫിറ്റ് ഗ്രോത്തുമാണ്. അതുപോലെ തന്നെ ഇവരുടെ ഇപ്പം ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ ഇവരുടെ കഴിഞ്ഞ വർഷം നോക്കിയാൽ കഴിഞ്ഞ വർഷം 9% ആയിരുന്നു ഇവരുടെ റവന്യൂവിൽ ഗ്രോത്ത് ഉണ്ടായിരുന്നു. 10% റവന്യൂ ഗ്രോത്ത്. അതുപോലെ തന്നെ പ്രോഫിറ്റിൽ ഡീ ഗ്രോത്ത് ആയിരുന്നു. അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്തേക്ക് 9-10% നിന്നും 20% റവന്യൂ ഗ്രോത്ത് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റിൽ ഡീ ഗ്രോത്ത് വന്ന കമ്പനിയുടെ പ്രോഫിറ്റ് ഏകദേശം 42% ഗ്രോ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഒരു വർഷത്തിൽ നിന്ന് അടുത്ത വർഷത്തിലേക്ക് വന്നപ്പോഴത്തേന് ഈ നമ്പേഴ്സ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഫിറ്റ് കാര്യങ്ങൾ ഇമ്പ്രൂവ് ആവുന്ന സമയത്ത് ഇവരുടെ ROEയും കാര്യങ്ങളും ഒക്കെ ഇമ്പ്രൂവ് ആവും. അപ്പോൾ ROE ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ റവന്യൂ ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും ഒക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ അടുത്ത ഫൈനാൻഷ്യൽ ഇയറിൽ ഇവരുടെ ഈ ഫിഗേഴ്സിന്റെ ഒക്കെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഓൾറെഡി ഈ സെക്ടറിലെ അവർ ലീഡിംഗ് ആയിട്ടുള്ള കമ്പനിയാണ് ഈ ഒരു ബിസിനസ്സിൽ. ഈ ഒരു വർഷം നോക്കിയാൽ ഈ ഒരു സെക്ടറിൽ അതിന് അടുത്ത വർഷം ഇവരുടെ പെർഫോമൻസ് ആണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ഈ റവന്യൂ ഗ്രോത്ത് 20% മുകളിലേക്ക് പോകും. അതുപോലെ തന്നെ പ്രോഫിറ്റിൽ ഗ്രോത്ത് വരുമോ എന്നുള്ള കാര്യം, ഇവരുടെ മാർജിൻസ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവും എന്നുള്ള കാര്യം, അതുപോലെ തന്നെ അടുത്ത ഫൈനാൻഷ്യൽ ഇയറിൽ ഇവർ തന്നെയായിരിക്കും ഈ ഒരു സെക്ടറിൽ ലീഡ് ചെയ്യുന്നുള്ളത്. ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് ഇനി അറിയേണ്ടത്. അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് മുമ്പായിട്ട് ആദ്യം നമുക്ക് ബിസിനസ് എന്താണെന്ന് നോക്കാം. അതിനുശേഷം അടുത്ത ഫൈനാൻഷ്യൽ ഇയറിലെ ഓരോ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ മെട്രിക്കുകളാണ് നോക്കേണ്ടതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് ഫോർവേഡ് PE കാര്യങ്ങളൊക്കെ നോക്കാം. അവരുടെ വാല്യുവേഷൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളോട് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് വീഡിയോ എൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് റെഡ് ടേപ്പിന്റെ ബിസിനസ്സിലേക്ക് കടക്കാം. അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഇവർ സെയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർ മാനുഫാക്ചർ ചെയ്ത് സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഫുഡ്വെയർ ആണ് ഇവരുടെ മെയിൻ ആയിട്ട് റവന്യൂലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരിപ്പോൾ അപ്പാരൽസോടെ സെല് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് മെൻസിന്റെ ഉണ്ട്, വുമൻസിന്റെ ഉണ്ട്. അതുപോലെ തന്നെ ഇവർ പുതിയതായിട്ട് ഈ ഒരു കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്താണ് ആക്സസറീസ്, സൺഗ്ലാസ് പോലുള്ള ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഇവരുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയിലേക്ക് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ. ഈ ആക്സസറീസിനാണ് ഏറ്റവും കൂടുതൽ മാർജിൻ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ്. അതിന്റെ കോൺട്രിബ്യൂഷൻ റവന്യൂലേക്ക് കൂടുന്ന സമയത്ത് ഇവരുടെ മാർജിൻസ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത വർഷത്തേക്ക് ഇവർ ഈ ആക്സസറീസിന്റെ ഒക്കെ ഗ്രോത്ത് നല്ല രീതിയിൽ വരും എന്നുള്ള കാര്യം തന്നെയാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അതപ്പോൾ കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നതോറും ഇവരുടെ മാർജിൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ ഇവർ 2 പുതിയ ബ്രാൻഡുകളോടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിനും നല്ല രീതിയിൽ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഒരെണ്ണം വരുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ആക്റ്റീവ് ഫുഡ്വെയർ ആ രീതിയിലുള്ള, അതായത് നമ്മളിപ്പോൾ ഹൈക്കിങ്ങിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഷൂസ് കാര്യങ്ങളൊക്കെയാണ് അതിൽ അവർ മാനുഫാക്ചർ ചെയ്യുന്നത്. അതിനകത്ത് ഒരു പ്രൊഡക്റ്റിൽ രണ്ടാമത്തെ ബ്രാൻഡിൽ ഇതുപോലെ തന്നെ ഇവർ ഫുഡ്വെയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അതിനകത്ത് ഈ പറഞ്ഞ ഈ ഹൈക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഷൂസ് വരുന്ന സമയത്ത് അതിന് കുറച്ചുകൂടെ മാർജിൻസ് കൂടിയ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇവർ പുതിയ ബ്രാൻഡുകൾ ആഡ് ചെയ്തതിനകത്താണെങ്കിൽ പോലും മാർജിൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അതിനകത്തും ഗ്രോത്ത് ഓൾറെഡി വരാനും തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സെക്ടറിൽ നിന്നൊക്കെ തന്നെ. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ റവന്യൂ സ്ട്രീംസ് നോക്കി അപ്പം ഇവരുടെ എന്തൊക്കെയാണ് ഇവരുടെ ബിസിനസ് എന്നുള്ള കാര്യം മനസ്സിലായി. ഒന്ന് ഫുഡ്വെയർ ആണ്, രണ്ടാമത് വരുന്നതെന്ന് പറയുന്നത് ഈ പറഞ്ഞ അപ്പാരൽസ് ആണ്, മൂന്നാമത് ആക്സസറീസ് ആണ്. അതായത് ഫുഡ്വെയർ ഞാൻ പറഞ്ഞില്ല 64%, അപ്പാരൽസ് ഏകദേശം 34%-ഓളാണ് റവന്യൂ കോൺട്രിബ്യൂഷൻ, ആക്സസറീസ് 3%. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവരെങ്ങനെയാണ് ഈ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. ഇവർ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്ന ഒന്ന് ഇവരുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ഉണ്ട്. അത് ചെറിയ ഔട്ട്ലെറ്റുകളും ഉണ്ട്, അതല്ലെങ്കിൽ വലിയ ഔട്ട്ലെറ്റും ഉണ്ട്. ചെറിയ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1500 തൊട്ട് 2000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഔട്ട്ലെറ്റുകളാണ്. അതല്ലാതെ ഇവരുടെ വലിയ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം അതിന്റെ ആവറേജ് സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 4400 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. പിന്നെ അതുകൂടാതെ ഇവർ ഇ-കൊമേഴ്സ് ത്രൂ സെല് ചെയ്യുന്നുണ്ട്. അതിപ്പം ഫ്ലിപ്കാർട്ടും മിന്ത്രയാണ് ഇവർ മേജറായിട്ട് സെല് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ടും മിന്ത്രയും നോക്കിയാൽ അവിടെ ഏറ്റവും കൂടുതൽ ഫുഡ്വെയർ സെല് ചെയ്യുന്ന ബ്രാൻഡുകളിൽ രണ്ടാമത്തെ ബ്രാൻഡാണ് ഈ പറഞ്ഞ റെഡ് ടേപ്പ് എന്ന് പറയുന്നത്. ആ രീതിയിൽ നല്ല രീതിയിൽ ഗ്രോത്ത് അവിടെ നിന്ന് വരുന്നുണ്ട്. അതിന്റെ കോൺട്രിബ്യൂഷൻ, അതായത് ഓൺലൈൻ സെയിൽസിന്റെ ഇ-കൊമേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ റവന്യൂന്റെ 30% ഇപ്പോൾ വരുന്നത് ഇ-കൊമേഴ്സിൽ നിന്നാണ്. മാനേജ്മെന്റ് പറയുന്നത് ഈ ഒരു റേഞ്ചിൽ തന്നെ അവർ കണ്ടിന്യൂ എന്നുള്ള കാര്യമാണ്. കാരണം ഇവർക്ക് നല്ല രീതിയിൽ ഇവർ റീറ്റെയിൽ ഔട്ട്ലെറ്റ്, ഇവരുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബ്രാൻഡ് ഔട്ട്ലെറ്റ് ഇവർ നല്ല രീതിയിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. സോ അതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം, എത്രയാണ് ഓപ്പൺ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവരുടെ റവന്യൂ കോൺട്രിബ്യൂഷൻ റീറ്റെയിലിൽ നിന്ന് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇ-കൊമേഴ്സിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ മൂന്നാമത് അതേഴ്സ് എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റിൽ വരുന്നത് ഇവരുടെ പുതിയ ബ്രാൻഡുകളാണ്. ഇപ്പം 2 പുതിയ ബ്രാൻഡുകൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അതിന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ വരുന്നത് അതേഴ്സ് എന്ന് പറയുന്ന സെഗ്മെന്റിലാണ്. സോ ഈ 3 സ്ട്രീമിൽ കൂടാണ് ഇവർക്ക്, ഈ അതേഴ്സ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ് ഇവരുടെ സ്വന്തം. സോ ഈ 3 സ്ട്രീമിൽ നിന്നാണ് ഇവർക്ക് മെയിൻ ആയിട്ട് റവന്യൂയിലേക്ക് കോൺട്രിബ്യൂഷൻ വരുന്നത്. ഇനി നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ ഇവർ അടുത്ത ഫൈനാൻഷ്യൽ ഇയറിൽ ഇവർ എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ട്രാക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ്. അതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ അടുത്ത വർഷം ഇവർക്ക് റവന്യൂവിൽ ഈ പറഞ്ഞ ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിന് മുകളിലേക്ക് ഇവർക്ക് ഗ്രോ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവർക്ക് ഇപ്പോൾ ഓൾറെഡി ഉള്ളത് ഏകദേശം 669 ഷോറൂംസ് ആണ് മൊത്തം ഉള്ളത്. അതിനകത്ത് ഞാൻ പറഞ്ഞ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബ്രാൻഡ് ഔട്ട്ലെറ്റ് ഉണ്ട്, അത് ചെറുതുണ്ട് വലുതുണ്ട്. അത് കൂടാതെ ഇവർക്ക് ഷോപ്പ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ലുലു മാളിലൊക്കെ, ലുലു ഫാഷനിലൊക്കെ ഇപ്പൊ റെഡ് ടൈപ്പിന്റെ മാത്രമായിട്ടുള്ള ഔട്ട്ലെറ്റ് ഉണ്ടാവുമല്ലോ, അതിന് പറയുന്ന പേര് ഷോപ്പ് എന്നാണ്. സോ ആ രീതിയിലുള്ള ഷോപ്പുകൾ നമ്മൾ ഒഴിവാക്കിയാൽ 669 നിന്ന് അങ്ങനത്തെ SIS ഒഴിവാക്കി കഴിഞ്ഞാൽ ഏകദേശം 542ഓളം ഷോപ്പാണ് ഇവർക്ക് മൊത്തത്തിലുള്ളത്. ആ 542 ഷോപ്പിന് പുറമെ ഇവർ ഏകദേശം 200 തൊട്ട് 250 ഷോപ്സ് പുതിയതായിട്ട് ആഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ മാത്രം. അത് നോക്കിയാൽ ഏകദേശം 40% ഗ്രോത്ത് ആണ് ആ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ വോളിയത്തിൽ വരുത്താനായിട്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏകദേശം 30%ഓളം ഇവർ പുതിയ ഷോറൂംസ് ആഡ് ചെയ്തിരുന്നു. ഈ വർഷം അവർ ഏകദേശം 41% ആണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന ഷോറൂംസ് അല്ലെങ്കിൽ ഇവർ കൂടുതലായിട്ട് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫോക്കോ മോഡലിലാണ്. അതായത് അസറ്റ് ലൈറ്റ് ആയിട്ട് എക്സ്പാൻഷൻ ആണ് ഇവർ കൂടുതലായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ 40% ഞാൻ പറഞ്ഞില്ല, 40% ഇവർ ഓപ്പൺ ചെയ്യുമ്പോഴും ഇവർ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഷോറൂംസിന് 500 തൊട്ട് ഏകദേശം 1500 വരെ സ്ക്വയർ ഫീറ്റ് ആണ് ഇവർ പുതിയതായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ ഉള്ള ഷോപ്പിനെ കഴിഞ്ഞ് കുറച്ചുകൂടി ചെറിയ ഷോപ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 41% ഇവിടെ ഗ്രോത്ത് വരുന്ന സമയത്ത് അത് ഫുൾ 41% തന്നെ റവന്യൂലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും വലിപ്പമുള്ള ഷോറൂംസ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള റവന്യൂ കോൺട്രിബ്യൂഷൻ ആ വലിയ ഷോപ്സിന് തരാൻ പറ്റുന്ന അത്ര റവന്യൂ ഇവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല.
അതുകൊണ്ട് തന്നെ നമുക്കൊരു 20-25% ഗ്രോത്ത് വോളിയത്തിൽ ഈ ഒരു സെക്ടറിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ നല്ല രീതിയിൽ SSSG കാര്യങ്ങളൊക്കെ വന്നിരുന്നു. SSSG എന്ന് പറഞ്ഞാൽ സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത്. അതെന്ന് വെച്ചാൽ ഓൾറെഡി ഉള്ള ഒരു വർഷത്തിന് മുകളിലായിട്ട് പെർഫോം ചെയ്യുന്ന ഷോപ്പുകളിൽ വരുന്ന റവന്യൂവിന്റെ ഗ്രോത്തിനാണ് SSSG എന്ന് പറയുന്നത്. അപ്പോൾ SSSG ഏകദേശം 17-18% ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ഫൈനാൻഷ്യൽ ഇയറിലും SSSG അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. കാരണം ഒരു പുതിയ പ്രൊഡക്റ്റുകൾ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ SSSG നമ്മൾ അത്രയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. 5-10% എടുത്താലും നമുക്ക് എന്തായാലും അറൗണ്ട് ഒരു 25% അടുത്ത് ഈ ഒരു സെക്ടർ റീറ്റെയിലിൽ നമുക്ക് 25-30% ഗ്രോത്ത് റീറ്റെയിലിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ e-commerce അവർ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഏകദേശം 17% ഗ്രോ ചെയ്തിരുന്നത്. അത് ആ ഒരു ഗ്രോത്ത് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇവർ അതേഴ്സിൽ വന്നത്, അതായത് പുതിയ ബ്രാൻഡുകളിൽ ഏകദേശം 53% ഗ്രോത്ത് ആ ഒരു റവന്യൂ സ്ട്രീമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഏകദേശം ഒരു 40% ഗ്രോത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയറിലേക്ക്. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഈ ഒരു ബിസിനസ് മൊത്തത്തിൽ ഒരു 25% മുകളിൽ ഗ്രോ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. 25-30% ഗ്രോ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇവരുടെ ടോപ്പ് ലൈൻ്റെ കാര്യം പറയുമ്പോൾ. കഴിഞ്ഞ വർഷം 20% ഗ്രോ ചെയ്ത കമ്പനി ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഏകദേശം 25-30% ഗ്രോ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അടുത്ത ഫൈനാൻഷ്യൽ ഇയറിൽ ഇവർക്ക് EBITDA മാർജിൻ 16-19% ഇടയ്ക്കായിരിക്കും എന്നുള്ള കാര്യം. ഇപ്പൊ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ നോക്കിയാൽ EBITDA മാർജിൻ 19% ആയിരുന്നു. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ 17% EBITDA മാർജിൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നല്ല രീതിയിൽ ഇംപ്രൂവ് ആയാണ് 19% എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പാറ്റ് മാർജിൻ നോക്കിയാലും 8.something ആയിരുന്നു കഴിഞ്ഞ വർഷം. ഇപ്പൊ അത് 9 മുകളിലേക്ക് 9 മുകളിലേക്ക് അവരുടെ പാറ്റ് മാർജിനും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഈ ഫൈനാൻഷ്യൽ ഇയറിൽ ഏകദേശം 240 കോടിക്ക് മുകളിൽ അവർക്ക് പ്രോഫിറ്റും ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അത് നോക്കുന്ന സമയത്ത് അടുത്ത വർഷത്തേക്ക് EBITDA മാർജിൻ അവർ ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് ഗൈഡ് ചെയ്തിരിക്കുന്നത്. 16-19 ആണ്. അതിനകത്ത് 19 എങ്കിലും നമുക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക. കാരണം ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിലുള്ള പ്രൊഡക്റ്റിനെ കഴിഞ്ഞു അടുത്ത ഫൈനാൻഷ്യൽ ഇയറിലേക്ക് വരുന്ന സമയത്ത് ഒരു മാർജിൻ അക്രേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളിലേക്കാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് ആക്സസറീസ് വരുന്നത്, അല്ലെങ്കിൽ പുതിയ ബ്രാൻഡിലെ സെയിൽസ് വരുന്നു, ഇതൊക്കെ വരുന്ന സമയത്ത് ഇവരുടെ മാർജിൻ ഇംപ്രൂവ് ചെയ്യാൻ തന്നെയാണ് ചെയ്യാൻ സാധ്യത. പക്ഷെ മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്ന 19 ആണ്. നമുക്കിപ്പോൾ 19 മുകളിലേക്ക് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ അടുത്ത ക്വാർട്ടറുകളിലായിട്ട് ഒരു റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഈ പറഞ്ഞ പുതിയ സ്റ്റോറിന്റെ അഡീഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയണം. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ഇപ്പോൾ ഏകദേശം 542 ഉള്ളത് ഈ ഒരു മാനേജ്മെന്റ് കമ്മിറ്റി നടക്കുന്ന സമയത്ത് ഏകദേശം 550 മുകളിലേക്ക് അവരുടെ ഷോപ്പിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത റിസൾട്ട് വരുന്ന സമയത്ത് അതിനകത്ത് ഷോപ്പ് അവർ കൃത്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയണം. പിന്നെ അതുപോലെ തന്നെ ഇവർ ക്യാഷ് ഫ്ലോയ്ക്ക് മുമ്പായിട്ട് നമുക്ക് ഇൻവെന്ററി നോക്കിയാൽ, ഞാൻ പറഞ്ഞല്ലോ ഈ സ്റ്റോക്കുകളിലൊക്കെ ഇൻവെന്ററി കാര്യങ്ങളൊക്കെ കൂടിയിരുന്നു. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കൃത്യമായിട്ട് സെയിൽസ് നടക്കാനുണ്ട്. അത് ഈ പറഞ്ഞ എല്ലാ കമ്പനികളിലും ഉണ്ടായിരുന്നു. അവിടെ ഈ ഒരു സ്റ്റോക്കിലേക്ക് വരുന്ന സമയത്ത് ഇവർ ഇൻവെന്ററി കാര്യങ്ങളൊക്കെ ഇവർ കുറച്ചുകൊണ്ട് വരുന്നുണ്ട്. ഏകദേശം 250 ദിവസത്തിന് മുകളിലുണ്ടായിരുന്നു അവർ ഇൻവെന്ററി ഡേയ്സ് എന്ന് പറഞ്ഞാൽ. അതിപ്പോൾ നോക്കുമ്പോൾ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 173-174 ആ ഒരു റേഞ്ചിലേക്ക് ഇൻവെന്ററി ഡേയ്സ് കുറച്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. മാനേജ്മെന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് എത്രയും പെട്ടെന്ന് അവർ 150 എത്തിക്കും എന്നുള്ള കാര്യമാണ് ഇൻവെന്ററി ഡേയ്സ്. ആ ഇൻവെന്ററി ഡേയ്സ് ആ ഒരു രീതിയിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഇവരുടെ ക്യാഷ് ഫ്ലോയും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇംപ്രൂവ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ നോക്കി ഏകദേശം 175 കോടിയാണ് അവരുടെ CFO എന്ന് പറയുന്നത്. അതിനി ഇവിടുന്ന് ഇംപ്രൂവ് ആവുന്നുള്ള കാര്യം തന്നെയാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇൻവെന്ററി ഡേയ്സ് കുറഞ്ഞു വരുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയണം. അതുപോലെ തന്നെ H1 റിസൾട്ട് വരുന്ന സമയത്ത്, അതായത് Q2 റിസൾട്ട് വരുന്ന സമയത്ത് ഇവരുടെ ഇൻവെന്ററി കാര്യങ്ങൾ കുറയുന്നുണ്ടോ, അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ ഇൻക്രീസ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഷോറൂം കൗണ്ടിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ അതല്ലാതെ മേജറായിട്ട് പറയാനായിട്ടുള്ളത് ഇവരുടെ EBITDA മാർജിന്റെ കാര്യം. EBITDA മാർജിൻ ഇവർ 19 ആണ്, 16-19 ആണ് ഗൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ 16-19 നമുക്ക് ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം 19 ആണ് ഉണ്ടായിരുന്നത്. സോ ആ ഒരു രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ EBITDA മാർജിൻ കുറഞ്ഞു കഴിഞ്ഞാലും ഇവരുടെ പ്രോഫിറ്റ് മാർജിനെ അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ ഒരു രീതിയിൽ പ്രോഫിറ്റ് മാർജിനെ അഫക്ട് ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഗ്രോത്ത് ഈ കമ്പനിയുടെ പ്രോഫിറ്റിൽ വരാനുള്ള സാധ്യത കുറവായിരിക്കും. പിന്നെ അതുപോലെ അതല്ലാതെ വേറെ നോക്കേണ്ടതെന്ന് വെച്ചാൽ ആക്സസറീസിന്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ കൂടുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ SSSGയുടെ കാര്യം, SSSG പ്രോപ്പറായിട്ട് വരുന്നുണ്ടെന്നുള്ള കാര്യം നോക്കണം. കാരണം വേറെ പുതിയ ഷോറൂംസ് മാത്രം പെർഫോം ചെയ്താൽ പോരാ, ഓൾറെഡി ഉള്ള ഷോപ്സുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. കാരണം അവിടെ ഗ്രോത്ത് വരണമെന്നുണ്ടെങ്കിൽ ഈ പുതിയ പ്രൊഡക്റ്റുകൾ വീണ്ടും നല്ല രീതിയിൽ കസ്റ്റമേഴ്സ് ബൈ ചെയ്താലേ ഉള്ളൂ അവിടെ SSSG എന്ന് പറഞ്ഞ കാര്യം ഗ്രോ ചെയ്യുള്ളൂ. അപ്പോൾ അതിൽ ഗ്രോത്ത് വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മേജറായിട്ട് നോക്കേണ്ടത്. പിന്നെ അവരുടെ വെയർ ഹൗസിന്റെ എണ്ണം നോക്കിയാൽ ഏകദേശം 7 വെയർ ഹൗസ് ഉണ്ട്. അവർക്ക് 2 അവർ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 7 ആയിട്ടുണ്ട്. ഇനി അത് അവിടുന്ന് 2 പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിന്റെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വരുന്നുണ്ടെന്നുള്ള കാര്യം നോക്കണം. അതിന്റെ കൃത്യം ഡേറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഈ വെയർ ഹൗസ് യൂസ് ചെയ്തിട്ടാണ് ഇവർ e-commerceൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ ഇവരെ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെയർ ഹൗസ് കൃത്യമായിട്ട് വരുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇവരുടെ വാല്യൂഷൻസിലേക്ക് നോക്കിയാൽ ഇപ്പൊ കമ്പനിയുടെ PE റേഷ്യോ നോക്കിയാൽ ഏകദേശം 31 ആണ് അവരുടെ കറന്റ് PE എന്ന് പറയുന്നത്. അതിന്റെ ഇപ്പൊ നമുക്ക് വേണ്ടത് ഇപ്പോഴത്തെ PE അല്ല, ഫോർവേഡ് PE ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഫോർവേഡ് PE കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അടുത്ത വർഷത്തെ പ്രോഫിറ്റ് ആണ് വേണ്ടത്. അപ്പോൾ കമ്പനി ഇപ്പോൾ പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് ഒരു 25% ഗ്രോത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷം ഇവർ 3000 കോടിക്ക് മുകളിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ അതിന്റെ ഏകദേശം ഒരു 19%, നമ്മൾ EBITDA മാർജിൻ 19 തന്നെയാണ് എടുക്കുന്നത്. 19 എടുത്തു കഴിഞ്ഞാൽ അതിന്ന് ഡിപ്രീസിയേഷനും ഇൻട്രസ്റ്റ് കോസ്റ്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഏകദേശം ഒരു 280-300 ഇടയ്ക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ, ഒരു 290 എടുക്കാം. ആ ഒരു രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. അവിടെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ 19% EBITDA മാർജിൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ 290 എത്തിക്കഴിഞ്ഞാൽ ഇവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു
20% ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അപ്പോൾ 25% ഇവർ റവന്യൂ ഗ്രോ ചെയ്യുന്ന സമയത്ത് 20% ആണ് പ്രോഫിറ്റിൽ ഗ്രോത്ത് കാണിക്കുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് കൃത്യമായിട്ട് വരുന്നില്ല. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ മാർജിൻസ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എബിറ്റ മാർജിൻ നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എബിറ്റ മാർജിൻ ഇവിടുന്ന് ഇമ്പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏകദേശം ഇപ്പോൾ 290 കോടി നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത വർഷത്തെ ഫോർവേഡ് പി എന്ന് പറയുന്നത് ഏകദേശം 25-26 ആ ഒരു റേഞ്ചിലേക്കാണ് ഫോർവേഡ് പി വരുന്നത്. കമ്പനിയുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു 25-30% ഗ്രോത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. ആ ഒരു റേഞ്ച് തന്നെ ഏകദേശം 25-26 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് അവരുടെ ഫോർവേഡ് പിയും വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവരുടെ പെഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1 ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വാല്യുവേഷന്റെ ബേസിൽ നോക്കിയാൽ നല്ലൊരു ബെറ്റായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഈ സെയിം ടൈമിൽ ഇവരുടെ പീർസ് ആയിട്ടുള്ള ബാക്കിയുള്ള ബ്രാൻഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബാക്കിയുള്ള എല്ലാ ബ്രാൻഡുകളിലും അതിനകത്ത് എനിക്കൊന്ന് റിലാക്സ് ഒഴിച്ച് ബാക്കി എല്ലാ ബ്രാൻഡുകളിലെയും കറണ്ട് പി റേഷ്യോ നോക്കിയാൽ 50 മുകളിലാണ്. റിലാക്സോ ഏകദേശം ഒരു 45-50 ഇടയ്ക്കായിട്ടാണ് അവരുടെ പി റേഷ്യോ. ഇപ്പൊ കറണ്ട് പി റേഷ്യോ ഉള്ളത്, ഞാൻ ഫോർവേഡ് പീനെ പറ്റിയിട്ടല്ല സംസാരിക്കുന്നത്. ഇവർക്ക് 31 പി ഉള്ളപ്പോൾ അവർക്കെല്ലാം 45 അല്ലെങ്കിൽ 50 മുകളിലാണ്. മെട്രോയ്ക്കൊക്കെ 60 മുകളിലാണ് അവരുടെ പി റേഷ്യോ എന്ന് പറഞ്ഞത്. അത് വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ഫോർവേഡ് പി 25-26 വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇവരുടെ ബാക്കിയുള്ള മെട്രിക്കുകൾ കാര്യങ്ങൾ നോക്കുമ്പോൾ അതെല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഒരു സെക്ടറിലെ ലീഡിംഗ് ആയിട്ട് ഗ്രോത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കമ്പനിയായിട്ട് തന്നെയാണ് ഈ പറഞ്ഞ റെഡ് ടേപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഈ സ്റ്റോക്കിൽ പെർഫോമൻസ് കാര്യങ്ങൾ വരുന്നുണ്ടെന്നുള്ളവരെ ട്രാക്ക് ചെയ്യാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസോ കാര്യങ്ങളായിട്ടൊന്നും എടുക്കരുത്. പകരം നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിനെ ഈ കൃത്യമായിട്ടുള്ള മെട്രിക്കുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണം ബാക്കി കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.